എന്നെ പിടിക്കണ്ട കാണിക്കണല്ലോ അതാണല്ലോ ഇതിന് മര്യാദ. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് ആദ്യമായിട്ട് സാധനം കൂട്ടി വെച്ചിട്ട് സാധനം ഞാൻ വാങ്ങിയേക്കാണ്. അപ്പൊ ഇതിലൂടെ വേറെ സാധനങ്ങളുണ്ട്. ഇതാണ് ഇത്. അപ്പം നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. കൂട്ടി വെച്ച് വാങ്ങിക്കൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഇത് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പം എങ്ങനെയാണ് വന്നേക്കണത്? ബ്ലാക്ക് കളറാണ്. അപ്പൊ നിങ്ങൾക്കിത് ഇത്രയും കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണേണ്ടതാണ്. വലുതാലോ. ഓ ഇത് XXXL ആണ്. ഇത് ബീൻ ബാഗ് ആണ്. ബീൻ ബാഗ് XXL. ഇതിന്റെ തുറക്കുന്ന സാധനമൊക്കെ എവിടെയാണ്? എവിടെയാണ്? ആ അടിയിലാണ് തുറക്കുന്നത്. ഇത്ര നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇത് തുറക്കണം. ഇത് തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റിക്കർ പൊളിക്കണം. ഈ ചാക്ക് ഉമ്മിക്ക് വേണമെന്ന് പറഞ്ഞാൽ ചാക്ക് കീറാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ആക്രി സാധനം ഇട്ട് കൊടുക്കണം. ആവശ്യമില്ല. സുഖം ഇവിടെയൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുവാലോ. ഇതിന് മറ്റിതുണ്ട് കേട്ടോ. ഇതേ കയ്യിലൊക്കെ ഇവിടെയൊക്കെ ഇതേ കണ്ട പറക്കും. ഇത് ഒരു കാറ്റ് ഇതേ പുറത്തുനിന്ന് വന്ന അപ്പൊ പറക്കൂട്ടോ. അല്ലാ ഉമ്മീനെ വിളിക്കട്ടെ. ഉമ്മേ ഉമ്മേ. അപ്പൊ നമുക്ക് ഇതിനകത്തിട്ട് ഫില്ല് ചെയ്യാം. കൈ വിട്ട് പോകും അയ്യോ കേട്ടോ. ഇവിടെ കൊറേ കാണും. കോരും ചാടുവാനോ. പനിയായി മക്കളെ. ആ സാറിലമ്മ അപ്പഴത്തിനും വാപ്പ വന്നു. അപ്പോൾ വാപ്പായും കൂടെ സഹായിച്ചു ഇതിടാൻ വേണ്ടി. ബെസ്റ്റായി. പിടിച്ചേക്കും പോലെ ശ്വാസം ചൂലെടുത്തടിച്ചാലോ? മറിക്കല്ലേ? കൈ തട്ടണ്ടേ? ആ തുമ്പ അതിന്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ട് കമത്തിയാൽ മതിയല്ലോ. പിന്നെ വീഡിയോ വിളിക്കാനാ? അത് ശരി. വീഡിയോ എടുത്തോണ്ട് എന്നെ പിടിക്കണ്ട കാണിക്കണല്ലോ അതാണല്ലോ ഇതിന് മര്യാദ.
ഭ്രാന്താവുന്നത്. ഇക്കട്ടെ, ഇനിയുണ്ട്, ഇനിയുണ്ട്. അതിന്റെ രണ്ട് കോട്ടയൊക്കെ അടിച്ചു കൊടുക്കണം. ഇക്കട്ടെ, ആ ചാക്കിന്റെ ഉള്ളിൽ ഉണ്ടാവും കണ്ടാ. ആ നിലത്തുനിന്നൊക്കെ വാരിയിട്. നിലത്തുനിന്ന് ആരും വലിച്ചിട്ട് ചാക്ക് കൂട്ടാം. സാധനം കൊടുത്ത്. എന്താണേ? അതിന്റെ കയ്യും കാലും വെച്ചിരിക്കാം. ഞാൻ പറഞ്ഞത് വേണ്ടാന്ന്. കണ്ട കണ്ട കാണാൻ പോസിറ്റീവ് ആണ് എല്ലാത്തിനും വേണ്ട. കണ്ട കേക്ക് കത്താര ഇരിക്കുന്നതാണ് കത്താര ഉണ്ടാക്കിട്ട് ഈ സാധനം കാത്തിലുണ്ട്. അത് മറിക്കാതെ പിടിക്കട്ടോ. ഒരു പണി കാണിക്കണേ. കസേരയും ഇത് ഒരുവനാണോ? കസേര കസേര ആ തലയിൽ ചാണ്ട് പിടിക്കാവുള്ളൂ. കാഞ്ചേ കാഞ്ചേ അതിൻ്റെ അടിവശം കാഞ്ചേ. ആ ഞാൻ അന്നത്തോട്ട് കാത്തി പിടിച്ചിട്ട് ഞാനിങ്ങനെ ഒന്ന് കൊടുത്തു നോക്കിയത് അതിൻ്റെ അടിവശം കാഞ്ചേ. അവിടെ ആ ഞാൻ അന്നത്തിട കപ്പിൻ്റെ ഇട കേട്ടോ. അത് തന്നെയാണ് നല്ല ബുദ്ധിയ. ഒരു സാധനം അത് അടച്ചു പിടിക്കൂലേ, അതിന്റെ ഞെക്കി പിടിച്ചപ്പോൾ താഴ്ത്തി ആ തൊട്ടാ മതി. ആ ഞേട്ടോ കേറ്റി വെച്ചിട്ട് മടക്ക കയറ്റി വെച്ചിട്ട് തിപ്പിട്. എന്നിട്ട് വേണം വെൽക്കം. വെളുപ്പ് കാണുമോ പുറത്തോട്ട്? ഉള്ളിലല്ലേ ഇരിക്കണ്ടേ? അതിന്റെ തിമ്പ് കൂട്ടിയോ? എപ്പോഴും തുറക്കണം കേട്ടോ. സാധനം ഞാനൊന്ന് പൊക്കിയൊന്നുമില്ല അവര്. അത് അടിവശ. അങ്ങനെയാ. ഭയങ്കര പൊട്ടിയെ പോവും. ഇരുന്നാ പറയാ ഇരുന്നോക്ക വേണ്ട, ഞാൻ ഇതാണ് എനിക്ക് ഇരിക്കാൻ പാടാ. പോയിട്ട് കഴിഞ്ഞാൽ ഭാര്യക്കൊണ്ട് നടക്കാൻ പാടാ. അതല്ലേ ഇപ്പൊ ഇത്രയും കുറച്ച് പോയിട്ട് നമ്മളെന്തോരം പാടുപെട്ടു. അത് ഞാൻ പറഞ്ഞിട്ട് തുടങ്ങിയല്ലോ. ഒരു തരി പടി പറയാൻ കൊടുക്കാൻ. നീ അതൊന്നും എന്റെ ഒന്നും ഇടരുന്നിട്ടാ. അപ്പോ എന്റെ പൊന്നു മോനെ നാണക്കേട്. നിങ്ങൾക്ക് എന്റെ നാണക്കേട്. ഇങ്ങനത്തെ ഒരു തള്ള ഇവിടെ ഉണ്ടെന്ന് വാഹനത്തിലേക്ക് വീട്ടിൽ പോവും, തുറന്നു പോവും, അങ്ങനെയൊക്കെ കാണില്ല. ഇനി വേണ്ട അതിന്റെ ചേർത്ത് വെക്കണ്ടേ പൊട്ടും. ഈ വാതിലിന്റെ അവിടെ ഇടരുത് ഒരിക്കലും. ചുമരിന്റെ അങ്ങോട്ട് ഇടണം. അതിനാന്നോ ചുമരുമ്പോ ആണി നല്ലതൊക്കെയാ സാധനം. ഒരു അര ചാക്കോടെ ഇതുകൊണ്ടാണ്. അരച്ചാക്ക ഇത് ഇത്ര അല്ലേ? ഇത് 2 കിലോ മതി. ഞാൻ 2.5 കിലോ വാങ്ങി. ഞാൻ 2.5 കിലോ. അപ്പൊ ഗൈസ് ഇതിലിരിക്കാൻ നല്ല സുഖമാണ്. ഇപ്പോഴാണ് എനിക്ക് കുറച്ച് സമാധാനമായത്. നല്ല സുഖമാണ് എനിക്ക്. ഇതെന്നെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഈ സാധനം വാങ്ങാന്നുള്ളത്. ഇത് വേണമെങ്കിൽ എനിക്ക് കിടക്കാൻ ചെയ്യാം, കാരണം അത്രയ്ക്ക് വലിപ്പമുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. എല്ലാവർക്കും ബൈ ബൈ.